ഈ നെയ്സൽ ഡ്രോപ്പ് മൂക്കിൽ ഇട്ടിച്ചിട്ട് ഉടനെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും തെറ്റാണ്. ആ മരുന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. തുള്ളി മരുന്ന്, മൂക്കിൽ ഒറ്റിക്കുന്ന തുള്ളി മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയും. ഒന്നാമതായിട്ട് സലൈൻ നെയ്സൽ ഡ്രോപ്പ് എന്ന് പറയുന്ന തുള്ളി മരുന്ന് ഉപയോഗം വരുന്ന ഭാഗം എന്നുള്ളത് നെയ്സൽ ക്യാവിറ്റി മാത്രമാണ്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും. അത് ട്രക്കിയ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകാരം ലഭിക്കില്ല. ഒന്നാമതായിട്ട് നെയ്സൽ കൺജഷൻ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ഉള്ളിൽ നെയ്സൽ എക്സ്ക്രീഷൻസ്, ഫ്ലൂയിഡ്സ് കട്ടായിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ഇത് ഉറ്റിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കോശങ്ങളുടെ നമ്മുടെ സ്കിന്നിൽ തട്ടാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ ആദ്യം അത് വൃത്തിയാക്കണം. ഓക്കെ, സോ അതിനേക്കാൾ മുമ്പ് ഫസ്റ്റ് ആയിട്ട് എല്ലാം മരുന്നെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ മൂക്കിന്റെ ഉൾവശങ്ങൾ വൃത്തിയാക്കുക. അത് വെള്ളം ചീറ്റി കയറ്റുക എന്ന് പറയുന്ന പോളിസി ഉണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് ആക്കി എടുക്കാം, ഇല്ലെങ്കിൽ പുറം ഭാഗം കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി വൃത്തിയാക്കാം. ദെൻ മൂന്നാമതായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ തുള്ളി വെള്ളം ഇറ്റിക്കേണ്ടത്. ഇത് ഉറ്റിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ ഇത് പോക്കലിട്ട് കൊണ്ടു നടക്കും. എന്നിട്ട് അവർ ജോലി സമയത്തൊക്കെ നേരെ കമഴ്ന്ന് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് മരുന്നിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ കിടക്കണം. കിടന്നതിന് ശേഷം മൂക്കിന്റെ ഭാഗം കുറച്ചൊന്ന് മുകളിലേക്ക് പറ്റി പിടിച്ചിട്ട് നമ്മുടെ ഡ്രോപ്പ് ഉണ്ടല്ലോ, ഡ്രോപ്പ് ഏതാണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് അത് ഉറ്റിക്കേണ്ടത്. ഇതിന് ശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്, നിങ്ങളുടെ മരുന്നിന്റെ ഉപകാരം ലഭിക്കണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും തന്നെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കരുത്. ആദ്യം പറഞ്ഞ പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൂക്കിന്റെ മുകൾ ഭാഗത്ത് മസാജ് ചെയ്യണം. എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മസാജ് റൗണ്ട് ഫിഗറിലായിട്ട് ഇങ്ങനെ ചെയ്തേക്കണം. ഓക്കെ, ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നെയ്സൽ കാവിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ മരുന്ന് എത്തുകയും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഇൻഫ്ലമേഷൻസിന് ചാൻസ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ശേഷം നിങ്ങൾ ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ അതേ പൊസിഷനിൽ കിടക്കണം. എന്നിട്ട് മാത്രമേ എഴുന്നേറ്റ് നിങ്ങളുടെ ജോലിയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിന്റെ സമയങ്ങളാണ്. ഡോക്ടർ നിർദ്ദേശിച്ച സമയം കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. കാരണം ആ സമയങ്ങളെല്ലാം തന്നെ ഈ മരുന്നിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് പുതുതായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മേ ബി ഇത് 4 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിരിക്കാൻ വേണ്ടി പറയും. എന്താ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം വന്നു കഴിഞ്ഞാൽ അത് 3 നേരമാക്കാൻ വേണ്ടി പറയും, ദെൻ 2 നേരമാക്കാൻ വേണ്ടി പറയും, ദെൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ആ ഒരു ഫോളോ അപ്പ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ദെൻ അവസാനമായിട്ട് ഈ തുള്ളി മരുന്ന് നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം 30 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യരുത്. കാരണം ഇത് ഫസ്റ്റ് ഉപയോഗിക്കുന്ന ആളുടെ മൂക്കിൽ തട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല, തട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യരുത്. ഓക്കെ, 3 ഡേയ്സ് കഴിഞ്ഞാൽ ഇത് ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കിയേക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മരുന്ന് ഉപയോഗിക്കുക. നമ്മൾ പറയാറുണ്ട്, ജലദോഷം എന്ന് പറയുന്നത് മരുന്നെടുത്താൽ ഒരാഴ്ച കൊണ്ട് മാറും, അല്ലെങ്കിൽ 7 ദിവസം എടുക്കും. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ എടുക്കുന്ന മരുന്ന് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നില്ലാത്തത് കൊണ്ടാണ്. പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മരുന്നിന്റെ എഫക്ട് കിട്ടും. കുറഞ്ഞ മരുന്ന് കൊണ്ട് കൂടുതൽ എഫക്ട്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. താങ്ക് യു.